ഹലോ, ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭയങ്കര സിക്കായിരുന്നു, കോൾഡായിരുന്നു, ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇപ്പോഴാണ് ഫ്രീ ആയ. മോൾക്കും പനി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കാം നമുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക പനിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നതിന്. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ വീഡിയോസ് ഇടുന്നതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഫുൾ റെസ്റ്റ് ആയിരുന്നു. ബോഡി ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയത്. സോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ബെഡൊക്കെ ഭയങ്കര മെസ്സായിട്ടൊക്കെ എടുക്കുന്നത്. ഇനി റൂമൊന്ന് ക്ലീൻ ചെയ്യണം. ദെൻ ഇതാണ് നമ്മളുടെ ബാക്ക് സീൻ. മഴ കഴിഞ്ഞ് ഒന്നുകൂടി രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാൻ വീണ്ടും ഇപ്പുറത്തെ സ്റ്റെഡ് അടിച്ചു. അത് ചെറുതായിട്ടൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ഹീലായിക്കൊണ്ടിരിക്കില്ലേ, ആ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത് വരുന്ന 2 ലിപ് ബാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ അടിപൊളിയാട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പനി വന്ന സമയത്ത് പോലും ലിപ്പ് എനിക്ക് അത്യാവശ്യം എന്താണെന്നറിയില്ല ഭയങ്കര ഡ്രൈ ആയിക്കൊണ്ടിരിക്കട്ടായിരുന്നു. സോ ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ് ഈ കാണുന്ന ഒരു ലിപ് ബാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ദെൻ ഒരു ടിൻഡഡ് ആട്ടാ. അപ്പം നമുക്ക് പകലൊക്കെ വേണമെങ്കിൽ ഈ സംഭവം നന്നായിട്ട് യൂസ് ചെയ്യാം. രാത്രിക്ക് ഇതേപോലെ തന്നെ ലാസ്റ്റ് എത്തിക്കും. ദെൻ ഇതിനേക്കാളും കുറച്ചുകൂടിയും എനിക്ക് പിഗ്മെൻറ്റഡും അതുപോലെ തന്നെ നല്ല ലിപ്പ് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ലിപ് ബാം കൂടി ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഡോട്ടൻകിയുടെ ലിപ് ബാമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ല ഹൈഡ്രേഷൻ കേട്ടോ. നമ്മുടെ ലിപ്പ് എന്താ പറയുക ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. നൈറ്റൊക്കെ ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്, കാരണം എനിക്ക് ഓൾറെഡി ഫാനോ എ സി ഒന്നും പറ്റില്ല. എന്നിരുന്നാൽ കൂടി ഒട്ടും കാറ്റ് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പോലും ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പം ഞാൻ ഈ കാണുന്ന സംഭവമായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. സോ ഇതിൽ എന്താ പറയുക ഗ്ലോസ് ബോസ് ലിപ് ബാം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയുക ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നില്ലേ, നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാം. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, കൊള്ളാം. അതുപോലെ ഇതിൽ വരുന്നത് SPF 50+ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പേഴ്സണൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഷെയ്ഡും. പിന്നെ ഇതിൻ്റെ വേറെ എന്തൊക്കെയോ ഷെയ്ഡുകളുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെറി പോപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. സോ വീഡിയോയിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ട്, അപ്പം എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക ഹെയറൊക്കെ ആകെ വളർന്ന് കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുടി വീണ്ടും വെട്ടി. എനിക്കിപ്പോൾ എന്തോ ഒന്നാമത്തെ മുടിയൊന്നും നോക്കാൻ തീരെ പറ്റുന്നില്ല. അതായത് ഒന്നാമത് എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. മുടിയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ കളറൊക്കെ ചെയ്തതും ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പോട്ടെ. എന്തായാലും 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ ഞാനത് ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് മുടിയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോയിലിടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഓരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം. എനിക്ക് ഈ റൂം എന്താ പറയുക കുറച്ചുകൂടിയും സെറ്റാക്കണമെന്നുണ്ട്. സോ ഞാൻ ഈ റൂമിൽ കുറച്ചുകൂടിയും എന്താ പറയുക ഇപ്പോൾ കുറേ പേര് റൂം കുറേയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ലേ, എനിക്കതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. കുറേ നാളൊക്കെ അതൊക്കെ അങ്ങനെ എല്ലാവരും ചെയ്യണം കാണുമ്പോൾ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വയം എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാം അങ്ങനെ ഒരു തോന്നൽ വന്നു. സോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും
കാണിച്ചിടാം. എന്തായാലും അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് സുഖല്യായ്മയാണ്. വേഗം മാറട്ടെ. കാരണം എനിക്കിങ്ങനെ കോൾഡ് അത് ഇത് ഓൾറെഡി തുമ്മലുണ്ട്. അത് ജനറ്റിക്കാണ്. എപ്പോഴും തുമ്മൽ അത് എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകുന്നൊരു കേസല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി എനിക്ക് കഫക്കെട്ട്, ഉറക്കമില്ലായ്മ തീരെ പറ്റില്ല. കാരണം എനിക്ക് എന്താ പറയുക, ഉറങ്ങണം, രാത്രി ഉറങ്ങണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് കുറേ ചുമയൊന്നുമായിട്ടിരിക്കും. എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ മെൻ്റലി കുറേ തകർന്നു പോകും. എനിക്ക് ഇങ്ങനത്തെ വയ്യായി വന്നാൽ ഭയങ്കര ദേഷ്യം വരും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വയ്യായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലീനിങ്ങിലേക്ക് കിടക്കല്ലേ. കമോൺ. ഫ്രണ്ട് വരുമ്പോഴാണ് കൂടുതലും ഫുഡ് അടിക്കുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് പുറത്തൊക്കെ പോയി ഫുഡ് അടിക്കുക എന്ന് പറയുന്നത്. സോ ഇന്നിപ്പോൾ തൊട്ട് ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറാക്കി എല്ലാം സെറ്റ് ചെയ്തു. ദെൻ എനിക്ക് തന്നെ അത്യാവശ്യം ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ നല്ല തടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 76-77 കിലോ ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ പേർക്ക് കുറയില്ല, കുറേ പേർക്ക് കുറയും. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നോർമലി കുറയായിരിക്കും. കാരണം നമ്മുടെ ആ സമയത്തുള്ളതല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള തടി വെച്ചല്ലോ. ഞാനൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും എന്തിനും നമ്മുടെ കസിൻസിനെ പോലും ഞാൻ ഫേസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നെ അവർ മാനസികമായിട്ടാണ് ഏറ്റവും കൂടുതൽ തളർത്താറ്. അയ്യോ എന്തൊരു തടിയാണ് വെച്ചത്. കാരണം ഞാൻ ഒട്ടും തടി ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, എനിക്ക് ഏറ്റവും വിഷമം വരുന്നത് പെണ്ണുങ്ങളിൽ, അതായത് നമ്മുടെ സ്ത്രീകൾ നമ്മളെ പെട്ടെന്ന് പറയില്ലേ, അയ്യോ എന്തൊരു തടി വെച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മെൻ്റലി ഒന്നുകൂടി ഡൗൺ ആവും. കാരണം അവരൊക്കെ ചിലപ്പോൾ അമ്മയായിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അവരൊക്കെ അത്യാവശ്യം തടിയുള്ളവരായിരിക്കും. എന്നെ തടിയില്ലാണ്ട് തടിയുള്ളപ്പോൾ കാണുമ്പോഴുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ട് അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 ദിവസം ഭയങ്കര സിക്കായിരുന്നു. ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഡ്രസ്സ് കൂടിയും ഒതുക്കി വെക്കാനും സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് തീരെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.